ഐ എം എലിസബത്ത് മാത്യു, മർക്കൻറ്റൈൽ ബാങ്കിൻ്റെ ലീഗൽ ഓഫീസറാണ്. നെക്സ്റ്റ് പേജിൽ ആ ക്രോസ് ഇട്ടെടുത്തൊന്ന് സൈൻ ചെയ്യണം. വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ സർഫേസി നോട്ടീസാണ്. വാട്ട്സ് ഹാപ്പനിങ്? നോർമൽ ലീഗൽ പ്രൊസീഡിങ്സ്. ഇനി ഈ നോട്ടീസ് വീടിൻ്റെ മുമ്പിൽ പതിപ്പിച്ചിട്ട് നിങ്ങളെ നിർത്തി ഒരു ഫോട്ടോ എടുക്കും. പണ്ടൊക്കെ ചെണ്ടമേളവും നാസുരവും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പം അതൊന്നുമില്ല, ഒരു ഫോട്ടോ മാത്രം. സാർ, സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ജപ്തി ചെയ്താൽ പോരെ? പിന്നെ ആൾക്കാരെ ഇങ്ങനെ നാണം കെടുത്തുന്നുണ്ടോ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നിൽക്കേ. ഒരു മിനിറ്റ്, താങ്കൾ ഇപ്പുറത്ത് താങ്കൾ വലിയ ഇടതുപക്ഷക്കാരനല്ല, അങ്ങോട്ട് നിൽക്കുക. ഒരു 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 പൊട്ടിക്കകത്ത് ചെറുതായിട്ട് കണ്ടോട്ടെ. ആ, ഓക്കെ. കൂടെ കൂടെ പിടിച്ചു. ആ, കൂടെ ഒരു പുറത്ത് ചുക്കെ പിടിച്ച്. ആ, ഇനി ഒരു ചിരിയാവാം. ആ ആ ഓക്കെ. ആ, ഇനി ഇത് ചിരിച്ചോ ചിരിച്ചോ. കാപ്പി. கடவுளப்பா கடவுளுக்கும் தெரியுமப்பா, காசேதான் கடவுளப்பா, அந்த கடவுளுக்கும் இது தெரியுமப்பா. கைக்கு கை सरस्वती 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 नमोस्तुते 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 शारदे शारदे विद्याप्रदे 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 ഹലോ സർ, അരുന്ധതിയാണ്. അരുന്ധതി എന്ന് പറഞ്ഞാൽ പാട്ടുകാപ്പി കടയിൽ. ഓ മിസ് അരുന്ധതി, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? പാട്ടുകാപ്പി കടയുടെ 2005 ലോൺ ബാലൻസ് 1 ലക്ഷം. ആ
പലിശ 10.25%. അദ്ദേഹം 2007 വരെ മാസം അടച്ചത് 15,000 rupees into 24 months. അതായത് 3,60,000 rupees. 2005 മുതൽ 2007 വരെയുള്ള പലിശ ഏകദേശം എനിക്ക് തോന്നുന്നത് 1,83,000 സംതിങ് വരും. 2007 ഏപ്രിൽ മുതൽ 2018 മാർച്ച് വരെയുള്ള എമൗണ്ട് ഏകദേശം കണക്കെടുത്ത് കഴിഞ്ഞാൽ കൊടുത്തത് ഗവൺമെന്റ് പോളിസിന്റെ ബേസിസിലല്ലേ? അതേ ഗവൺമെന്റ് അല്ലേ 2005 കോളാമ്പി ബാൻ ചെയ്തത്? സോ കച്ചവടം നിർത്തിച്ചിട്ട് ലോൺ അടപ്പിക്കണം എന്നാണോ ഇപ്പോഴത്തെ പോളിസി? ഇതെന്താ സർ? കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നാണോ? ഇനി ബാങ്ക് ചാപ്പയ്ക്കൊന്നും ലോൺ കൊടുത്തിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യു ഹാവ് ടു മീറ്റ് ആൻഡ് ടോക്ക്. ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഒരു ക്ലാസ്സിലാണ്. കുറച്ച് സംഗീതം, ശുദ്ധസംഗീതം. ആ അതിന് വോളിയം കൂട്ടണ്ട. അവൻ നന്നാവത്തില്ല അൽഫോൺസേ. എത്ര പ്രാവശ്യം അവനെ ഒഴിവാക്കി വിട്ടതാ. ഇതിപ്പോ പോലീസിനെ വിളിച്ചോണ്ട് ഓരോ കാര്യങ്ങൾ തുടങ്ങിയ രാവിലെ അവനെ കോടതിയിൽ ഹാജരാക്കും. 2 ജാമ്യക്കാരുമായിട്ട് അങ്ങ് പോരെ. ബാക്കി അവിടെ വെച്ച് നോക്കാം. ഓ ഇനി അതും ഞാൻ ഉണ്ടാക്കണമായിരിക്കും. അവൻ ഗുണം പിടിക്കത്തില്ലെന്ന് ഇപ്പം മാറ്റി നിർത്തി കഞ്ചാവിന്റെ പരിപാടിയാ. ഡിക്സൺ നല്ലവനാ. ഒന്നുമില്ലെങ്കിലും അവനൊരു കലാകാരനൊക്കെ അല്ലേ. അവൻ്റെ അച്ഛൻ്റെ പോക്ക് കാരണമായി ഇങ്ങനെയൊക്കെ. ഉപദേശിക്കാനും നൽവഴി കാട്ടാനും ആരെങ്കിലും വേണ്ടേ? ഈ പാവം എന്ത് ചെയ്യും? വർഗീസ് ഒരു പ്രാവശ്യം കൂടി അവളെ ഹെൽപ്പ് ചെയ്യും. നോക്കട്ടെ. നിന്റെ തള്ളെ ഓർത്തിട്ടാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. നീ നന്നായാ നിനക്ക് കൊള്ളാം. ഇത് അവസാനത്തെയാ. രാമക്കാരോടെ എപ്പോ? ഓ വരും. ഇവരാണോ നിങ്ങളെ ജാമ്യക്കാര്? ഇങ്ങോട്ട് വന്ന അമ്മാള് അങ്ങോട്ട്. എന്തോ ആണോ തൻ്റെ ഉദ്ദേശം? കയ്യിൽ ആധാറുണ്ട്, ഒരു കുന്തമില്ല, ജാമ്യം ഉണ്ടാക്കാൻ വന്നില്ല. എൽപ്പോടോ ഒന്നുമില്ല. ഞാൻ വിൽക്കില്ല. ഇവരെ ഒന്ന് വിട്ടിട്ടുണ്ട്. ഏറെ ആ ഡോക്ടറെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെന്നാൽ മതി കേട്ടോ. ഇല്ല ഇല്ല. അമ്മാളിന് രാവിലെ ഡോക്ടറുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞാ. അപ്പോഴാണ് ഈ അൽഫോൺസിൻ്റെ കാര്യം. അപ്പോൾ എല്ലാം വിട്ടുപോയി. അതും പോലീസ് തന്നെ കേൾക്കണമല്ലോ.